ഇന്ത്യയിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പുത്തൻകൂർ പഴയകൂർ വിഭാഗങ്ങൾക്ക് വേണ്ടി 1808 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 3000 വീതം ആകെ 6000 പൂവാരാഹാൻ നിക്ഷേപിക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ മെക്കോളയാണ് ഈ നിക്ഷേപം നടത്തിയത്. നിക്ഷേപ തുകയ്ക്ക് പലിശ 8% എന്ന നിരക്കിൽ ഇരു വിഭാഗങ്ങളുടെയും സഭാ അധ്യക്ഷന്മാർക്ക് വേറെയായി പലിശ അനുവദിച്ചിരുന്നു. ഇത് വട്ടിപ്പണം എന്നാണ് അറിയപ്പെടുന്നത്. മെക്കോളെ ഈ നിക്ഷേപത്തിന് ആധാരമായ തുക കണ്ടെത്തിയത് ഇവിടെ നിന്നാണെന്നുള്ളത് ഇന്നും തർക്കാവിഷയമാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: തച്ചിലിൽ മാത്തൂതരകൻ എന്ന സുറിയാനി വർത്തക പ്രമാണിക്ക് സർക്കാർ നൽകാൻ കടപ്പെട്ടിരുന്ന ബാധ്യതയാണ് ഈ പണമെന്ന് കത്തോലിക്ക എഴുത്തുകാർ വിശദീകരിക്കുന്നു. മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താന്റെ മലബാർ അധിനിവേശം ചെറുക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് സാമ്പത്തിക സഹായമായി മാത്തൂതരകൻ തിരുവിതാംകൂർ സർക്കാരിന് കൊടുത്ത വായ്പയാണ് വട്ടിപ്പണത്തിന് ആധാരമായ 6000 പൂവരഹാൻ നിക്ഷേപം. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് കോളിൻ മെക്കോളയുമെല്ലാം സർക്കാർ അധികാരികളുമായും തരകൻ ഉണ്ടായിരുന്ന അകൽച്ച കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഈ പണം തിരിച്ചു കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മെക്കോളെ സുറിയാനി ക്രിസ്ത്യാനികളെ പുത്തൻകൂർ പഴയകൂർ എന്നീ 2 വിഭാഗങ്ങൾക്കായി ഈ തുകയിൽ തുല്യമായി വീതിച്ച് 3000 വീതം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പലിശയ്ക്ക് നിക്ഷേപിച്ചു. അതേസമയം ചില യാക്കോബായ എഴുത്തുകാരുടെ വിശദീകരണം അനുസരിച്ച് പുത്തൻകൂർ വിഭാഗത്തിനുള്ള നിക്ഷേപം മാർത്തോമ ആറാമൻ എന്ന സഭാ അധ്യക്ഷൻ നിക്ഷേപിച്ചതാണ്. മറ്റു ചിലർ മാർത്തോമ ഏഴാമനാണ് ഇത് നിക്ഷേപിച്ചത് എന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ മാത്തൂ തരകനെ പറ്റി ഈ വിഷയത്തിൽ ഒന്നും ഈ ഭാഷ്യങ്ങളിൽ പരാമർശിക്കാറില്ല. മാത്രമല്ല, കേണൽ മെക്കാളെ 6000 പൂവരഹാനാണ് നിക്ഷേപിച്ചതെന്നും അതിൽ ഒരു പകുതി പുത്തൻകൂറിന് എന്ന പോലെ പഴയകൂർ വിഭാഗത്തിനും കൊടുത്തിരുന്നുവെന്നും ഉള്ള വസ്തുത ഈ ഭാഷ്യങ്ങളിൽ മറച്ചു വയ്ക്കപ്പെടുന്നു. എന്തു തന്നെയായാലും പിൽക്കാലത്ത് പുത്തൻകൂർ വിഭാഗത്തിനിടയിൽ രൂപപ്പെട്ട രൂക്ഷമായ ആഭ്യന്തര തർക്കങ്ങളിലും തുടർന്നുള്ള പിളർപ്പുകളിലും ഈ നിക്ഷേപം വലിയ കുപ്രസിദ്ധി നേടി. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വ്യവഹാരങ്ങളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വട്ടിപ്പണ കേസുകൾ. മലബാർ ഉൾപ്പെടെ ഇന്ത്യ മുഴുവന്റെയും ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് 1857 ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തതോടെ വട്ടിപ്പണം നൽകാനുള്ള ബാധ്യതയും ബ്രിട്ടീഷ് സർക്കാരിന് വന്നു ചേർന്നു. പഴയ കൂറുകാരുടെ പേരിൽ വട്ടിപ്പണം സ്വീകരിച്ചിരുന്നത് വാരാപ്പുഴ വികാരി അപ്പസ്തോലിക്ക ആയിരുന്നു. പുത്തൻകൂറുകാരുടെ സഭാധ്യക്ഷനായ മലങ്കര മെത്രാപ്പൊലീത്തയാണ് അവർക്ക് അനുവദിക്കപ്പെട്ട വട്ടിപ്പണം സ്വീകരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ സാമ്രാജ്യത്തിന് കീഴിലുള്ള തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ ഔദ്യോഗിക അംഗീകാരമുള്ള സഭാധ്യക്ഷന്മാർക്ക് മാത്രമേ വട്ടിപ്പണത്തിന് അർഹത ഉണ്ടായിരുന്നുള്ളൂ. പുത്തൻകൂർ സുറിയാനിക്കാർക്കിടയിൽ 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആഭ്യന്തര തർക്കങ്ങളിൽ വട്ടിപ്പണത്തിന്മേലുള്ള അവകാശം ഒരു പ്രധാന വിഷയമായിരുന്നു. ഔദ്യോഗിക സഭ ഏതാണ്, ആരാണ് അതിന്റെ നിയമാനുസൃത തലവൻ എന്നീ അടിസ്ഥാന വിഷയങ്ങളിലുള്ള തർക്കങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വ്യവഹാരങ്ങളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വട്ടിപ്പണ കേസുകൾ. മലങ്കര മെത്രാപ്പൊലീത്ത മാത്യൂസ് അത്താനാസ്യോസിന്റെ പിൻഗാമിയായി 1877 അധികാരമേറ്റ തോമസ് അത്താനിയോസും അന്തോക്യ സുറിയാനി ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് നിയമിച്ച പുലിക്കോട്ടിൽ ദിവന്യാസ്യോസ് ജോസഫ് രണ്ടാമനും തമ്മിലുള്ള അധികാര തർക്കമാണ് ഒന്നാം വട്ടിപ്പണ കേസ് അഥവാ ഒന്നാം സമുദായ കേസ് എന്നറിയപ്പെടുന്നത്. ഈ കേസിലെ വിധി പുലിക്കോട്ടിൽ ദിവന്യാസ്യോസിന് അനുകൂലമായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി 1911 അധികാരമേറ്റ വട്ടശ്ശേരിയിൽ ദിവന്യാസ്യോസ് ഗീവർഗീസും അദ്ദേഹത്തിന്റെ കൂട്ടു ട്രസ്റ്റിമാരിലായ കോരാ കോറപ്പിസ്കോപ്പ കുര്യൻ എന്നിവരും തമ്മിൽ ഉടലെടുത്ത അധികാര തർക്കമാണ് രണ്ടാം വട്ടിപ്പണ കേസിലേക്ക് നയിച്ചത്.